നമസ്കാരം. +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജുകളെ കുറിച്ചും അവയുടെ ഇലക്ട്രിക് ഫീൽഡുകളെ കുറിച്ചുമാണ് പഠിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ എന്നത് ചാർജുകളുടെ ഒരു കോൺഫിഗറേഷനാണ്. A pair of equal and opposite point charges separated by a small distance constitute an electric dipole. രണ്ട് ചാർജുകളാണുള്ളത്, -q ചാർജും +q ചാർജും. അവ രണ്ടും പോയിന്റ് ചാർജുകളാണ്, അതായത് ഒരു പോയിന്റിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ രണ്ട് ചാർജുകളെയും കൺസിഡർ ചെയ്യുന്നത്. They are separated by a very small distance. ഇവിടെ രണ്ട് ചാർജുകൾക്കിടയിലുള്ള സെപ്പറേഷൻ 2a എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആ ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. ഓക്കെ, സോ എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോയിന്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഡൈപോളുകളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പറയുന്നു. ആദ്യം തന്നെ അറിയുക, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിറക്ഷൻ ഓഫ് ദി ഡൈപോൾ മെൻഷൻ ചെയ്യണം. വെക്റ്റർ ആയതുകൊണ്ട് ഡിറക്ഷൻ ഓഫ് ദി ഡൈപോൾ ഈസ് ഫ്രം -q ടു +q. ഓക്കെ, മിഡ് പോയിന്റ് O കാണിച്ചിട്ടുണ്ട്. അതാണ് സെന്റർ ഓഫ് ദി ഡൈപോൾ എന്ന് പറയുന്നത്. -q ചാർജും +q ചാർജുമാണ് ഉള്ളത്. അതുകൊണ്ട് ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് 0. ഓക്കെ, -q ചാർജും +q ചാർജും ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് ആക്സിസ് ഓഫ് ദി ഡൈപോൾ. ലൈൻ ജോയിനിങ് ദ ടു ചാർജസ് ഈസ് ദി ആക്സിസ് ഓഫ് ദി ഡൈപോൾ. ഇവിടെ ആക്സിസ് ഓഫ് ദി ഡൈപോൾ x ആക്സിസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇക്വേറ്റോറിയൽ പ്ലെയിൻ എന്താണെന്നുള്ളത് നോക്കണം. O മിഡ് പോയിന്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. ആക്സിസിൽ കൂടി കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ പ്ലെയിൻ സെന്റർ ഓഫ് ദി ഡൈപോളിന് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെയാണ് എന്ത് പറയുക, ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുക. ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഈസ് ദി ഇക്വറ്റോറിയൽ പ്ലെയിൻ. സോ ഇതാണ് ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുക. ആക്സിസിന് പെർപെൻഡിക്കുലറായി സെന്ററിൽ കൂടിയുള്ള പ്ലെയിനാണ് ഇക്വറ്റോറിയൽ പ്ലെയിൻ. ആക്സിസിന് പെർപെൻഡിക്കുലറായി സെന്ററിൽ കൂടിയുള്ള ലൈൻ ആണെങ്കിൽ അതിനെ ഇക്വേറ്റോറിയൽ ലൈൻ എന്ന് നമുക്ക് പറയാം. ഇനി ഡൈപോളിന്റെ മെഷർമെന്റ് വളരെ പ്രധാനമാണ്. അതാണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് P ഈസ് മെഷേർഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് എനി വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ചാർജസ്. ഓക്കെ, ഡൈപോളിന്റെ മെഷർമെന്റ് ആണ് ഡൈപോൾ മൊമെന്റ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 2aq ആണ്. q എന്നത് എനി വൺ ഓഫ് ദി ചാർജസ് ആണ്. 2a എന്നുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ് ആണ്. ഡൈപോൾ മൊമെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിന്റെ ഡിറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. ഡിറക്ഷൻ p ക്യാപ് എന്ന യൂണിറ്റ് വെക്റ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. p ക്യാപ് ഈസ് എ യൂണിറ്റ് വെക്റ്റർ ഫ്രം -q ടു +q. -qയിൽ നിന്നും +qയിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് വെക്റ്റർ ആണ് നമ്മുടെ ഡൈപോളിന്റെ ഡിറക്ഷൻ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ ഡിറക്ഷൻ സൂചിപ്പിക്കുക. 2aq എന്ന മാഗ്നിറ്റ്യൂഡ് പറയുമ്പോൾ യൂണിറ്റ് മനസ്സിലാക്കാം. കൂളം മീറ്റർ ആയിരിക്കും ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്. ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അങ്ങനെയാണ് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് കൂളം മീറ്റർ എന്ന് കിട്ടുക. യൂണിറ്റ് അറിയാമെങ്കിൽ ഡയമെൻഷൻ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഡയമെൻഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് m⁻⁴ LIT. എങ്ങനെയാണത് കിട്ടുക? ചാർജിന്റെ ഡയമെൻഷൻ IT എന്നുള്ളതാണ്. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ L ആണ്. സ്റ്റാൻഡേർഡ് ഫോമാക്കി എമ്മും എല്ലും ടിയും ഒക്കെ ചേർത്ത് പറയുമ്പോൾ m⁻⁴ LIT എന്ന് പറയാം. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഡയമെൻഷൻ പറയുന്നത്. യൂണിറ്റ് ആണ് ഓർത്തിരിക്കേണ്ടത്, കൂളോമീറ്റർ എന്നുള്ളത്. അതുപോലെ ഡൈപോൾ മൊമെന്റിന്റെ മെഷർമെന്റ് 2aq വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ വെക്റ്റർ P
equal to 2aq into p cap. P cap is a unit vector from minus q to plus q. Okay. Direction of the dipole പ്രത്യേകം ഓർത്തിരിക്കണം, മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. ക്ലിയർ? ഡൈപോളിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അതാണ് എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് ആൻ ആക്സിയൽ പോയിന്റ്. ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? പരീക്ഷയ്ക്ക് 5 മാർക്കിന്റെ ചോദ്യമായി പ്രതീക്ഷിക്കാവുന്ന ഒന്നാണിത്. തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് ഡൈപോൾ എന്നാൽ? ഡൈപോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. മൈനസ് ക്യൂ ചാർജും ഉണ്ട്, പ്ലസ് ക്യൂ ചാർജും ഉണ്ട്. ഇടയിൽ വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്, 2a ഉണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, എയും ബിയും പോയിന്റ് ചാർജസ് ആണ്. ഒരു പോയിന്റിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ചാർജസ് ആയിട്ടാണ് മൈനസ് ക്യൂ ചാർജിനെയും പ്ലസ് ക്യൂ ചാർജിനെയും കൺസിഡർ ചെയ്യുന്നത്. ആക്സിസ് ഓഫ് ദി ഡൈപോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. Axis of the dipole. What is the axis of the dipole? Line joining the two charges is the axis of the dipole. അപ്പോൾ ഇതാണ് നമ്മുടെ axis of the dipole. Axis of the dipole ഒരു പോയിന്റ് ആണ് P. P എന്ന പോയിന്റ് സെന്റർ ഓഫ് ദി ഡൈപോളിൽ നിന്നും r അകലത്തിലാണ്. അങ്ങനെയെങ്കിൽ P എന്ന പോയിന്റിൽ മൈനസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് അറിയണം, പ്ലസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് അറിയണം. അത് രണ്ടും കൂടി കൂട്ടിയെടുത്താൽ കിട്ടുന്നതായിരിക്കും ദ ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് ആൻ ആക്സിയൽ പോയിന്റ്. ഓക്കെ. ഡൈപോളിന്റെ ഡിറക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. മൈനസ് ക്യൂവിൽ നിന്നും പ്ലസ് ക്യൂവിലേക്കാണ് ഡൈപോളിന്റെ ഡിറക്ഷൻ ഉണ്ടാവുക. ഓക്കെ. പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, അവിടെ നമ്മളൊരു സ്മോൾ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് കൺസിഡർ ചെയ്യും. വളരെ ചെറിയൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് കൺസിഡർ ചെയ്യും. ആ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും. മൈനസ് ക്യൂ ചാർജ് കാരണവും പ്ലസ് ക്യൂ ചാർജ് കാരണവും ഉള്ളത് കണ്ടുപിടിക്കും. അവ രണ്ടും കൂടി കൂട്ടിയെടുക്കും. അത്രയാണുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ നമുക്കറിയാം. E ഈക്വൽ ടു 1/4πε0 Q/r². Q എന്ന് പറയുന്നത് നമ്മുടെ ചാർജാണ്. R എന്ന് പറയുന്നത് ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണോ കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നമ്മുടെ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും P എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഡിസ്റ്റൻസ് ആണ് R എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള P എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R ആയിരിക്കില്ല. അതുപോലെ പ്ലസ് ക്യൂ ചാർജ് കാരണം P എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും R ആയിരിക്കില്ല. അത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആറിന്റെ വാല്യൂ അറിയാം, എയുടെ വാല്യൂവും അറിയാം. ഈ ആറിന്റെയും എയുടെയും ടേംസിൽ മൈനസ് ക്യൂവും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണം, പ്ലസ് ക്യൂ ചാർജും പി പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണം. ഓക്കെ. സെന്ററിൽ നിന്നും പി എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. മൈനസ് ക്യൂ ചാർജും സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ആണ്. അപ്പോ മൈനസ് ക്യൂ ചാർജും പി എന്ന പോയിന്റും ആർ പ്ലസ് എ ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ. സോ 1/4πε0 Q/r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കണം മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് വരിക. ഡിറക്ഷനിലേക്ക് വരാം. മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഇനി പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
ബി എന്ന പോയിന്റും പി എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കാനുള്ളത്. ബി എന്ന പോയിന്റും പി എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ബി പി എത്രയായിരിക്കും എന്നറിയാൻ വേണ്ടി നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം ഉണ്ട്. പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. സെന്റർ മുതൽ ഒ ബി എന്നുള്ള ഡിസ്റ്റൻസ് എ ആണ്. അങ്ങനെയാണെങ്കിൽ ബി പി എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആർ മൈനസ് എ ആയിരിക്കും. അപ്പോ ഇ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/4πε0 Q/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്നുള്ളതായിരിക്കും. ഇതില് ഏത് ക്വാണ്ടിറ്റിയാണ് കൂടുതൽ, ഏത് ക്വാണ്ടിറ്റിയാണ് കുറവ്? മാഗ്നിറ്റ്യൂഡ് ഇവിടെ നോക്കിക്കോളൂ, ഡിറക്ഷനിലേക്ക് വന്നിട്ടില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയുന്നത്. 1/4πε0 Q/r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്ലസ് ക്യൂ ചാർജ് കാരണം വരുന്നത് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ആണ്. ഡിനോമിനേറ്ററിൽ ചെറിയ വാല്യൂ വരുന്നത് പ്ലസ് ക്യൂ ചാർജിനാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാല്യൂ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡിറക്ഷനിലേക്ക് പോകാം. അപ്പോ വലിയ വാല്യൂ എന്ന് പറയുന്നത് ഈ പ്ലസ് ക്യൂ ആയിരിക്കും. അതാണ് നമ്മൾ 1/4πε0 Q/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ ആണ് പറയുന്നത്. അതിന്റെ ഡിറക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഡിറക്ഷൻ ഓഫ് ദി ഡൈപോൾ ഈസ് ഫ്രം -q ടു +q. അത് എപ്പോഴും ഓർത്തിരിക്കുക. ഇവിടെ ഒരു സ്മോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലേ വെച്ചിരിക്കുന്നത്, ഇവിടെ വെച്ചിരിക്കുന്നത് നെഗറ്റീവ് ചാർജ് അല്ലേ. അപ്പൊ ഈ നെഗറ്റീവ് ചാർജും ഇവിടെയുള്ള പോസിറ്റീവ് ചാർജും തമ്മിൽ അട്രാക്ഷൻ ആവും ഉണ്ടാവുക. അപ്പൊ അട്രാക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കാണിച്ചിരിക്കുന്നത്. അട്രാക്ഷൻ ആയിരിക്കും, ടുവേഴ്സ് ദി നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡൈപോളിന്റെ ഡിറക്ഷൻ -qയിൽ നിന്നും +qയിലേക്കാണ്. അതായത് ഡൈപോളിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് വരുന്നത്. ഈ -q ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പി ക്യാപ്പിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും ഈ -qന്റെ ഡിറക്ഷൻ ഉണ്ടാവുക. പി ക്യാപ്പിന്റെ ഡിറക്ഷൻ എങ്ങോട്ടാണെന്നാ നമ്മൾ പറഞ്ഞത്? പി ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ ഫ്രം -q ടു +q. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ -qന്റെ ഡിറക്ഷൻ വരുന്നത്. അപ്പോൾ ഈ മൈനസ് വാല്യൂ പ്രത്യേകം കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഈ +qന്റെ ഡിറക്ഷൻ പറയാം. ഈ +qന്റെ ഡിറക്ഷൻ പറയുമ്പോഴേക്കും ഇവിടെ +q ചാർജ് ആണ്, ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണ് വെച്ചിരിക്കുന്നത്. പോസിറ്റീവും തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും. അപ്പോൾ ഇത് എവേ ഫ്രം ദി +q ചാർജ് ആയിരിക്കും ഉണ്ടാവുക, റിപ്പൽഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഏത് ക്വാണ്ടിറ്റിയാണ് കൂടുതലായിട്ട് വരുന്നത്? ഇതാണ് കൂടുതലായിട്ട് വരുന്നത്. സോ നമുക്ക് ഇനി രണ്ടും കൂടി കൂട്ടിയെടുക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. ഈ +qവും ഈ -qവും കൂടി കൂട്ടിയെടുക്കുക. ഓക്കെ, so that is the total field at P, that is equal to E plus Q plus E minus Q. അത് രണ്ടും കൂടി കൂട്ടിയെടുക്കണം. കൂട്ടിയെടുക്കുമ്പോൾ ദാ ഇവിടുത്തെ മൈനസ് ഇല്ലേ, അത് ചേർക്കാൻ മറന്നു പോകരുത്. അതാണ് ഇവിടെ കിടക്കുന്ന മൈനസ്. ഇതില് ഈ +qയിലും ഈ -qയിലും Q/4πε0 കോമൺ ആണ്, അതിവിടെ എഴുതി. പിന്നെ വരുന്നത് എന്തായിരിക്കും? പിന്നെ വരുന്നത് ദാ വലിയ വാല്യൂ ആണ് ആദ്യം എഴുതുക. വലിയ വാല്യൂന്റെ വരുമ്പോഴേക്കും 1/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ. പിന്നെ ഈ മൈനസ് ഇവിടെ വന്നു. പിന്നെ ഉള്ളത് 1/r പ്ലസ് എ ദി ഹോൾ സ്ക്വയർ, അത് എഴുതി. അപ്പൊ ഇത് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് വെക്ടർ ആണ്. സോ ഇറ്റ് ഈസ് ഈ വെക്ടർ എന്ന് കൊടുക്കാം. ഈ വെക്ടർ ഈക്വൽ ടു Q/4πε0 1/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ഇത് ഡയറക്ഷൻ ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, പി ക്യാപ്പ് ഈസ് ഫ്രം -q ടു +q. ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ ഈ +qന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെ വരുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ള ടേംസ്
സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി LCM എടുക്കണം. r മൈനസ് a ദ ഹോൾ സ്ക്വയറിന്റെയും r പ്ലസ് a ദ ഹോൾ സ്ക്വയറിന്റെയും LCM എത്രയായിരിക്കും? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി. അത് എത്രയായിരിക്കും? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. പിന്നെ ഈ സ്ക്വയർ വരും. സോ r സ്ക്വയർ മൈനസ് a സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നുള്ളതായിരിക്കും LCM വരുന്നത്. LCM കൊണ്ട് രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് വരുന്നത് എന്തായിരിക്കും? r പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ഇനി മൈനസ് ഇവിടെ വരുന്നത് സെക്കൻഡ് വരുന്നത് r മൈനസ് എ ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. q/4πε0 ഉണ്ട്. ഈ ടേമിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്താണ് കിട്ടുക എന്ന് നോക്കാം. r പ്ലസ് എ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ra. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ra. ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, അതുകൊണ്ട് r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് r സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരുമ്പോൾ അത് ക്യാൻസൽ ആയി പോവും. പിന്നെ ന്യൂമറേറ്ററിൽ വരുന്നത് 2ra മൈനസ് ഓഫ് മൈനസ് 2ra. അതാണ് 4ar എന്ന് വരുന്നത്. 4ar. സോ ദാറ്റ് ഇൻറ്റു q/4πε0 p ക്യാപ് നമ്മൾ ഡിറക്ഷൻ കാണിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നു. നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 2aq = p എന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടെ എഴുതാം. 2aq എന്ന് പകരം p എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇവിടുത്തെ ഒരു 2 ഉണ്ടാവും. അതാണ് ഈ 2 എന്ന് കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നത് r എന്നുള്ളതാണ്. ഓക്കെ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 2pr ഡിവൈഡഡ് ബൈ r സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നുള്ളതായിരിക്കും. ഓക്കെ. പി ക്യാപ്പിന്റെ ഡിറക്ഷൻ ഡൈപോളിന്റെ അതേ ഡിറക്ഷനിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് കൂടുതലായിട്ട് വരുന്നത്. അതാണ് ഡൈപോളിന്റെ ഡൈപോളിന്റെ സെയിം ഡിറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഡൈപോളിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഡൈപോളിന്റെ ഡിറക്ഷൻ മൈനസ് ക്യൂവിൽ നിന്നും പ്ലസ് ക്യൂവിലേക്ക് തന്നെയായിരിക്കും. ഈ പ്ലസ് ക്യൂവിന്റെ ഡിറക്ഷനിലായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് വരിക. ഓക്കെ. ഇനി ഒരു അസംഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൺസിഡർ ചെയ്യാം. നമ്മൾ പറഞ്ഞു ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഡൈപോൾസ് ഉണ്ടല്ലോ, 2a വളരെ ചെറുതാണ്. 2a വളരെ ചെറുതാണെങ്കിൽ എയും വളരെ ചെറുതായിരിക്കും. ഈ പോയിന്റ് പിയിലേക്കുള്ള r എന്നുള്ള അകലം വളരെ കൂടുതലാണ്. a എന്നുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കെടുക്കാവുന്ന അസംഷൻ r സ്ക്വയർ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ എന്നുള്ളതാണ്. r സ്ക്വയർ മച്ച് ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ എന്നുള്ള അസംഷൻ എടുക്കുക, അല്ലെങ്കിൽ r മച്ച് ഗ്രേറ്റർ ദാൻ എ എന്നുള്ള അസംഷൻ എടുക്കുമ്പോഴേക്കും ഈ ടേം എ സ്ക്വയർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വരിക r സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നുള്ളതായിരിക്കും. അത് r⁴ ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് വരുമ്പോഴേക്കും E = 1/4πε0 2pr ബൈ r⁴ എന്ന് വരും. ഈ r-ഉം r⁴ കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് പിന്നെ വരുന്നത് r³ ആയിരിക്കും. ഓക്കെ. സോ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആയതുകൊണ്ട് വെക്ടർ ആയിട്ട് തന്നെ നമ്മൾ സൂചിപ്പിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ദി എക്സ്പ്രഷൻ E vector = 1/4πε0 2p vector divided by r³. E = 1/4πε0 2p by r³ എന്ന് പറയാം. Direction is along plus q. ഈ പ്ലസ് ക്യൂവിന്റെ ഡിറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവുക. ഓക്കെ. സോ ഈ ഡെറിവേഷൻ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും സ്റ്റെപ്സ് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കണം, കമന്റിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഇനി ഒരു ഡെറിവേഷനും കൂടി നമുക്ക് ചെയ്യാനുണ്ട്.